സൂര്യാഘാതത്തിന്റെ ഭയാനകത എത്രത്തോളം ഉണ്ടെന്നത് ഇദ്ദേഹത്തിന്റെ ഈ കൈകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രിയപ്പെട്ടവരെ. ഇദ്ദേഹം രമേശ് ചേട്ടൻ എറണാകുളം ജില്ലയിലെ എടവനക്കാട് പഞ്ചായത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജോലി പുതുവൈപ്പിലെ IOCയിലെ ഹൗസ് കീപ്പിംഗ് ആണ്. അവിടെ വെച്ചിട്ട് കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹത്തിന് സൂര്യാഘാതം ഏൽക്കുകയും ഇപ്പോൾ കൈകൾ ഈ കോലത്തിലാകുകയും ചെയ്തു എന്നുള്ളതാണ്. ആരോഗ്യ നിരീക്ഷണത്തിലാണ്, ചികിത്സ നടക്കുന്നു. നിങ്ങൾ എത്ര ഭീകരത, എത്ര ഭയാനകമാണെന്ന് നോക്കി. പലപ്പോഴും നമ്മളിൽ പലർക്കും ഈ മുന്നറിയിപ്പുകളോട് വളരെ പുച്ഛമാണ്. അത് നൽകുന്ന ഇടങ്ങളോടും അത് നൽകുന്നവരോടും വളരെ പുച്ഛഭാവത്തോടു കൂടിയാണ് നമ്മളിൽ പലരും അത് കേൾക്കാറും സ്വീകരിക്കാറുമുള്ളത്. ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയുന്ന ഒരു സമീപനം. അങ്ങനെ കളയുന്നത് കൊണ്ടാണ് ചിലപ്പോഴൊക്കെ വല്ലപ്പോഴുമെങ്കിലും ഇതുപോലുള്ള അപകടങ്ങൾ നമുക്ക് വന്നു പറ്റുന്നത്. ഇപ്പോൾ രമേശ് ചേട്ടന് സംഭവിച്ചതുപോലുള്ള അപകടങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകളെ ഇതുപോലുള്ള സമയങ്ങളിൽ, കഠിനമായ ചൂടുള്ള ഈ സമയങ്ങളിലെങ്കിലും മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കാതിരിക്കുക. 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യന്റെ ചൂട് ഏൽക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുന്നത് അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികളെ ആ സമയത്ത് പുറത്ത് വിടരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ ജോലി ചെയ്യേണ്ട ആളുകൾ അവരൊരു സുരക്ഷാ മാനദണ്ഡം പാലിച്ചുകൊണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ ജോലി ചെയ്യാൻ പറയുന്നതേ ഇതുപോലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ ആഘാതങ്ങൾ നമുക്ക് ഏൽക്കാതിരിക്കാനാണ്. അപ്പം അതുകൊണ്ട് മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ചിലപ്പോഴെങ്കിലും അതൊന്ന് സ്വീകരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. ശരീരത്തില് ഈ കൊമളകൾ അതേപോലെ തന്നെ വന്ന സമയത്ത് മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യാഘാതത്തിന്റെ ഭാഗമായിട്ട് കൂടുതല് ഈ ശരീരത്തിന്റെ ഭാഗത്തേക്ക്, കൈയുടെ ഭാഗങ്ങളിൽ കൂടുതൽ ഈ കൊമളകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഈ ഉഷ്ണച്ചൂടിന്റെ ഇതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് സ്വാഭാവികമായിട്ടും ഉള്ളത്. അപ്പൊ അവസ്ഥ കണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇതൊരു മുൻകരുതലായി കണ്ട് എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊള്ളുക. ഒരു കരുതൽ, ഒരു ജാഗ്രത എല്ലാവരും ഈ വിഷയത്തിൽ കൈക്കൊള്ളണമെന്നും കൂടി ഉണർത്തുകയാണ്. ഓക്കെ.